ശ്രീ മൈത്രേയൻ്റെ ജീവിത ദർശനവും കുടുംബ ജീവിത സങ്കല്പങ്ങളും മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിൽ. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആമുഖമായി ഒരു അടിസ്ഥാന പ്രമാണം വ്യക്തമാക്കേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ആ കടമ നിർവഹിക്കട്ടെ. ഈ വീഡിയോയുടെ ഉള്ളടക്കം ഞാൻ പ്രേക്ഷകരുമായി പങ്കിടുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ശ്രീ മൈത്രേയനെ എതിർക്കുവാനോ അദ്ദേഹത്തെ പൊതുജനത്തിൻ്റെ കണ്ണിൽ താഴ്ത്തിക്കെട്ടുവാനോ അദ്ദേഹം അർഹിക്കുന്ന മാഹാത്മ്യം ഏതെങ്കിലും വിധത്തിൽ കൊച്ചാക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെ പരാമർശിച്ചുകൊണ്ട് നിങ്ങളുമായി ഇതുവരെ പങ്കിട്ടുള്ള 7 വീഡിയോകളുടെയും ഉദ്ദേശം അതായിരുന്നില്ല. അങ്ങനെയൊരു ലക്ഷ്യം എനിക്കില്ലതാണ്. ഞാൻ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നുവെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഈ വീഡിയോയിലെ ഉള്ളടക്കം ശ്രീ മൈത്രേയൻ്റെ പ്രേരണാജനകമായ അഭിപ്രായ പ്രകടനങ്ങളിൽ കൂടെ വ്യക്തികൾ, പ്രത്യേകിച്ച് യുവതീ-യുവാക്കന്മാർ, ജീവിതത്തിൻ്റെ ചില നിർണായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക ഏവരുടെയും ആവശ്യമാണ്, അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. എന്നാൽ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അത് വേണ്ടതുപോലെ പരിഗണിച്ചായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ താല്പര്യം. അങ്ങനെ പരിഗണിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ആവശ്യമായ കാര്യം ഒരു വ്യക്തി പറയുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ജീവിത വീക്ഷണത്തിന് വ്യത്യാസമായ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമായ ഏതെങ്കിലും കാഴ്ചപ്പാടുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിച്ചെങ്കിൽ മാത്രമേ ഇപ്രകാരമുള്ള വ്യക്തികൾ ഒരു തീരുമാനമെടുക്കാൻ സാധ്യമാകുകയുള്ളൂ. തിരഞ്ഞെടുക്കുന്നതും വിഴുങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വ്യക്തമായി തീരും. കേരളത്തിൽ സംഭവിക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ചില ആളുകൾ പൊതുരംഗത്ത് വരുന്നു, പറയുന്നു, അവരുടെ വാക്കുകൾ അതുപോലെ വിഴുങ്ങപ്പെടുന്നു. അത് സ്വന്തം അഭിപ്രായമാണ് എന്ന് വിചാരിച്ച് ആളുകൾ അതിൽ പിടിച്ചു നിൽക്കുന്നു. ആ അഭിപ്രായത്തോട് വ്യത്യാസമായ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ശത്രുക്കളായി കാണുന്നു, അവരോട് വിരോധം തോന്നുന്നു. പൊതുവെ ആക്രമിച്ചില്ലെങ്കിലും ആ വിരോധം വേണ്ട വിധത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. അതിൽ എനിക്ക് പരാതിയില്ല. ഞാൻ പറഞ്ഞത്, മൈത്രേയനും ഞാനും ഒന്നുപോലെ വിശ്വസിക്കുന്നത് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ടാകണം. ഡെമോക്രസി അല്ലെങ്കിൽ ജനകീയ ഭരണ രീതി, ജനകീയ ജീവിത രീതി, ജനകീയമായത് ഒരു ഭരണം മാത്രമല്ല, ഒരു ജീവിത രീതിയാണ്, ജീവിത ദർശനമാണ്. അതിൽ ഞാനും മൈത്രേയനും ഒന്നുപോലെ വിശ്വസിക്കുന്നു. എന്നാൽ ആ ജനകീയ കാഴ്ചപ്പാടിൻ്റെ അല്ല ജീവിത ശൈലിയുടെ ജീവാത്മാവും പരമാത്മാവും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമാണ്. തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നത് എന്തും സ്വേച്ഛാധിപത്യമാണ്. എന്നാൽ ജനകീയമെന്ന് നാം പറയുന്നത് പോലും സ്വച്ഛാധിപത്യത്തിൻ്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ്, ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്, ജനകീയ രാഷ്ട്രീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നുവോ? കടലാസിൻ്റെ പുറത്ത് ഉണ്ട്, പക്ഷേ പ്രവൃത്തിയിലില്ല. അതുകൊണ്ടാണ് അദ്ദേഹവും സ്വേച്ഛാധിപതിയെന്ന് എല്ലാവരും ഒരുപോലെ കണക്കാക്കുന്ന പുടിനും തമ്മിൽ ഇത്രമാത്രം ആത്മബന്ധമെന്ന് മാത്രം പറഞ്ഞാൽ ഈ വിഷയം വ്യക്തമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനം, പ്രത്യേകിച്ച് യുവതീ-യുവാക്കന്മാർ, അവരുടെ ഉത്തമ ബോധ്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ an informed choice, ഒരു സാധ്യതയുടെ 2 വശങ്ങളും, പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയും. സത്യത്തെ അന്വേഷിക്കുന്ന ഏത് വ്യക്തിയുടെയും സ്വഭാവം
ഏത് സാഹചര്യമാണെങ്കിലും ഏത് സമസ്യയാണെങ്കിലും അതിന് പക്ഷവും അതിന് എതിർപക്ഷവും, ഫോർ ആൻഡ് അഗെൻസ്റ്റ്, പ്രോസ് ആൻഡ് കോൺസ് പരിഗണിക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ മൈത്രേയൻ അദ്ദേഹത്തിൻ്റെ പക്ഷം അവതരിപ്പിച്ചു. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്നാരും വിയോജിക്കരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനകീയ സംസ്കാരത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്ക്, ബൗദ്ധിക സ്വേച്ഛാധിപത്യത്തിലേക്ക് കാല് മാറുന്നുണ്ടോ എന്ന നേരിയ സംശയം എനിക്കുണ്ട്. ഞാൻ ആ സംശയം നിങ്ങളുടെ അടിച്ചേൽപ്പിക്കുന്നില്ല, ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രം. ഇനി എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്നെ വളരെയധികം ഹേമിക്കുന്നൊരു കാര്യം, കുടുംബജീവിതത്തെപ്പറ്റിയും സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റിയും മാതാപിതാക്കളും മക്കളും പുത്രീപുത്രന്മാരെന്നുള്ള ബന്ധത്തെപ്പറ്റിയും മൈത്രേയൻ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ അത് ഒരു യൂട്ടിലിറ്റേറിയൻ കൾച്ചർ, അതായത് പ്രാവർത്തികമായ ക്രമീകരണങ്ങൾ എന്ന ആ ഒരു ദർശനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്തുകൊണ്ടൊരു സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരണം, ഭാര്യാഭർത്തൃക്കന്മാരാകണം, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ. കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിറക് കളിക്കുമ്പോൾ അത് 20ാമത്തെ വയസ്സിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യാഭർത്താവായിട്ടൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. രണ്ടുപേർക്കും അവരുടെ ഇഷ്ടം പോലെ ഏത് വഴിക്കും വേണമെങ്കിൽ പോകാം. അതിനെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയും. ഈ ഒരു ദർശനം കൊണ്ട് എന്താണ് സംഭവിക്കാവുന്നത് എന്നത് ഇന്ന് കേരളത്തിൽ പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് സാഹിത്യകൃതിയായ ലേ മിസറാബിൾ, വിക്ടർ ഹ്യൂഗോയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. 1925 നാലപ്പാട്ട് നാരായണ മേനോൻ മനോഹരമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഞാൻ ഇംഗ്ലീഷ് വേർഷനെ വായിച്ചിട്ടുള്ളൂ, മലയാളം വേർഷൻ ഞാൻ വായിച്ചിട്ടില്ല. എങ്കിലും നിരൂപകന്മാരുടെ അഭിപ്രായത്തെ കടമെടുത്തുകൊണ്ട് ഞാൻ അപ്രകാരം പറയുകയാണ് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് സമ്മതിക്കട്ടെ. അതിൽ അദ്ദേഹം ഞാൻ ആ പുസ്തകത്തെ, അതൊരു നോവലാണ്, ഹ്യൂഗോയുടെ നോവലിനെ ഞാൻ എൻ്റെ 5ാമത്തെ സുവിശേഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാനാണ് മലയാളത്തിലത് തർജ്ജമ ചെയ്തിരുന്നതെങ്കിൽ നാലപ്പാട്ട് നാരായണ മേനോൻ അതിന് കൊടുത്ത ശീർഷകം പാവങ്ങൾ എന്നാണ്. ഞാനാണ് അത് തർജ്ജമ ചെയ്തിരുന്നുവെങ്കിൽ ഞാനതിന് കൊടുക്കുന്ന ശീർഷകം പാവങ്ങൾ എന്നായിരിക്കുകയില്ല, പാവങ്ങളുടെ സുവിശേഷം എന്നാണ് ഞാൻ കൊടുക്കുക. പാവങ്ങളുടെ സുവിശേഷം. ആ പാവങ്ങളുടെ സുവിശേഷത്തിൻ്റെ അന്തസത്ത സ്നേഹമാണ്. അത് സുനിൽ പി ഇളയിടമി അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ മൈത്രി എന്ന ആശയത്തിൽ കൂടെ അംബേദ്കറെ ഒന്ന് തൊട്ട് വിളിച്ച് അറിയിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവതരണം, അദ്ദേഹം എല്ലാ ആശയങ്ങളും വളരെ മനോഹരമായും തൃപ്തികരമായും അവതരിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ നോവലിൻ്റെ ജീവാത്മാവായ ഈ സ്നേഹമെന്ന സങ്കല്പത്തെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിച്ചോ എന്നതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതെൻ്റെ പ്രധാന വിഷയമല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വിടുകയാണ്. അപ്പോൾ മൈത്രേയൻ്റെ ജീവിത ദർശനത്തിൽ അല്പം പോലും ഇടമില്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ സാധ്യത, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരമമായ അനുഗ്രഹം ഈ സ്നേഹം എന്നുള്ളതാണ്. സ്നേഹം ഒരു പ്രാഗ്മാറ്റിക് അറേഞ്ച്മെൻ്റ് അല്ല. ആദ്യകാലം മുതലേ സ്നേഹത്തെ ത്യാഗത്തിൻ്റെ വെളിച്ചത്തിലാണ്, ത്യാഗത്തിൻ്റെ കണ്ണിൽ കൂടാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. അതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ചില പ്രാവർത്തികമായ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ക്രമീകരണമായി, താൽക്കാലിക ക്രമീകരണമായി സ്ത്രീ പുരുഷ ബന്ധത്തെ, സ്നേഹത്തെ, സ്ത്രീ പുരുഷ ബന്ധം സ്നേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുപോലെ തന്നെ മനോഹരമായ അനേക ആശയപ്രതലങ്ങൾ ഈ സ്നേഹത്തിലുണ്ട്. അത് ഏറ്റവും മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറാബിൾ എന്ന പാവങ്ങൾ എന്ന ശീർഷകത്തിൽ നാലപ്പാട്ട് മലയാളത്തിന് 1925 നൽകിയത്. ഞാൻ ആ പുസ്തകത്തിൻ്റെ 1-2 പേജുകൾ മാത്രം, എന്നെ ഏറ്റവും
ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന 1-2 പേജുകൾ മാത്രം വായിച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ശ്രീ മൈത്രേയൻ്റെ കാഴ്ചപ്പാടിനെ ഒന്ന് പുനഃപരിശോധന ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ അല്പം പോലും സമയം എടുക്കാതെ ഞാൻ ആ ഭാഗത്തിലേക്ക് നിങ്ങളെ സവിനയം ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം ഡിയിലെ മെത്രാൻ, ദ ബിഷപ്പ് ഓഫ് ഡി പ്രോവിൻസ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മുമ്പ് 2 വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പ് മിറിയേൽ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണരൂപം ബിഷപ്പ് ചാൾസ് ഫ്രാൻസ്വ ബിയാവിനു മിറിയേൽ എന്നാണ്. പക്ഷേ അദ്ദേഹത്തെ വിളിക്കുന്നത് ഡിയിലെ മെത്രാൻ എന്നാണ് മലയാളത്തിൽ. അദ്ദേഹം മരിക്കുന്നതിന് കുറേ നാൾ മുൻപേ അന്ധനായിപ്പോയി. ആ അന്ധതയുടെ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ബാപ്റ്റിസ്റ്റ് എങ്ങനെയാണ് അദ്ദേഹത്തെ പരിചരിച്ചത്, അതിൽ കൂടെ വെളിപ്പെട്ടു വന്ന ജീവിത മാഹാത്മ്യം എന്താണ് എന്നാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ ഹ്യൂഗോ ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കത് വായിക്കാം. ലെറ്റ് us remark by the way that to be blind and to be loved is in fact one of the most strangely exquisite forms of happiness upon this earth where nothing is complete. അപൂർണതയുടെ ലോകത്തിൽ ഒരു വ്യക്തിക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അന്ധനായിരിക്കുമ്പോൾ തന്നെ സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ വലിയ ബലഹീനതകളൊന്നാണ് അന്ധത. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ അന്ധരായ വിദ്യാർത്ഥികളെ എല്ലാറ്റിലും ഉപരി സ്നേഹിച്ചിട്ടുണ്ട് എന്ന് അവർ സാക്ഷ്യം പറയും. കാരണം ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ്. അവരെ സ്നേഹിക്കുന്നതും അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതും എൻ്റെ ജീവിതത്തിലെ നിർവൃതിയായി തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രേഞ്ച്ലി എക്സ്ക്വിസിറ്റ് ഫോംസ്, മനുഷ്യൻ ഈ ലോകത്തിൽ വിഭാവന ചെയ്യാവുന്ന ഏറ്റവും മാഹാത്മ്യമേറിയ പ്രത്യേകം എടുത്തു പറയേണ്ട സന്തോഷങ്ങളുടെ പട്ടികയിൽ നാം ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? അന്ധനായിത്തീരുക. പക്ഷേ അതുമാത്രമല്ല, അന്ധനായിത്തീരുമ്പോൾ ആ അന്ധതയിൽ തൻ്റെ ജീവിതത്തോട് അലിഞ്ഞു ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഒരു മനുഷ്യജീവി അടുത്തുണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷമാണ് എന്നാണ്. കാരണം ഈ ലോകം അപൂർണതയുടെ ലോകമാണ്. ഇവിടെ എല്ലാം പെർഫെക്റ്റാണ്, എല്ലാം കംപ്ലീറ്റാണ്, എല്ലാം പൂർണ്ണമാണ് എന്ന വിധത്തിൽ ആർക്കും ഒന്നും ഒരു സന്തോഷവും അനുഭവിക്കാൻ സാധ്യമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇൻ ദ വേൾഡ് വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്, അപൂർണതയുടെ ലോകത്തിലാണ് നാം വസിക്കുന്നത് എന്നുള്ളത്. നമുക്ക് തുറന്ന് വായിക്കാം. ടു ഹാവ് കണ്ടിന്യൂലി അറ്റ് വൺ സൈഡ് എ വുമൺ, അന്ധനായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സമീപം എപ്പോഴും ഒരു സ്ത്രീ, അത് മകളാകാം, ഭാര്യയാകാം, സഹോദരിയാകാം, അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാകാം, ഭാര്യ പോലും ആകണമെന്നില്ല. എ ചാമിങ് ബീയിങ് ഹൂ ഈസ് there because you need her. അവൾ എന്തുകൊണ്ട് അവിടെയാണ്? നിനക്ക് അവളെ ആവശ്യമുണ്ട് എന്ന് മാത്രവുമല്ല, നീ കൂടാതെ അവൾക്ക് ജീവിക്കാനും വയ്യ എന്ന ഒരു വൈകാരിക അവസ്ഥയിൽ. 2 കാര്യമാണ്. ഒന്ന്, നിനക്ക് അവളെ കൊണ്ട് ആവശ്യമുണ്ട്. 2, അവൾക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യ. അതിൻ്റെ പേരാണ് സ്നേഹം. അല്ലാതെ ചില പ്രാവർത്തികമായ ക്രമീകരണങ്ങളുള്ളതുകൊണ്ട് മാത്രം ഒരു കൂരയുടെ കീഴിൽ താമസിക്കുന്നവർ സ്നേഹമെന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ അർത്ഥമറിയാൻ വയ്യാത്തവരാണ് എന്ന് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ടു ഹാവ് കണ്ടിന്യൂവലി അറ്റ് വൺ സൈഡ് എ വുമൺ, എ ഡോട്ടർ, എ സിസ്റ്റർ, എ ചാമിങ് ബീയിങ് ഹൂ ഈസ് there just because you need her and because she cannot do without you. ഇതാണ് പാരസ്പര്യത എന്ന് പറയുന്നത്, റെസിപ്രോസിറ്റി എന്ന് പറയും. ടു നോ ഇത് വളരെ ദീർഘമേറിയ സെൻറ്റൻസ്. ഹ്യൂഗോ പലപ്പോഴും അവരുടെ ഉള്ളിലെ ആശയത്തിൻ്റെ വേലിയേറ്റം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നീണ്ടു പോകാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെയാണ്. എന്നാൽ ചിലപ്പോൾ വളരെ ഹ്രസ്വമായി എഴുതുകയും ചെയ്യും. ടു നോ ദാറ്റ് വി ആർ ഇൻഡിസ്പെൻസിബിൾ ടു എ പേഴ്സൺ ഹൂ ഈസ് നെസസറി ഫോർ അസ്. നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക്
ഉത്തമ ബോധ്യമുണ്ട് അവൾക്ക് നമ്മെ പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല, നമ്മളില്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ. അപ്പോൾ പരസ്പരമായ ആവശ്യം, പരസ്പരമായ പരമമായ ആവശ്യം, ആ അവസ്ഥയുടെ പേരാണ് സ്നേഹം. To be able to incessantly measure one's affection by the amount of her presence which she bestows on you. ആ വ്യക്തിക്കും തന്നോടും തനിക്ക് ആ വ്യക്തിയോടും ആത്യന്തികമായ വാത്സല്യമുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സ്വമേധയാ ആ വ്യക്തി തൻ്റെ കട്ടിലിനരികിൽ എത്ര സമയം ചിലവഴിക്കുവാൻ കാംക്ഷിക്കുന്നു, ദാഹിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നതനുസരിച്ചാണ്. അന്ധനായ ഒരു മനുഷ്യൻ കിടക്കയിൽ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമീപത്ത് എത്ര നേരം ഇരുന്നാലും എത്ര നേരം നിന്നാലും അദ്ദേഹത്തിന് എത്ര നേരം പരിചരിച്ചാലും മതിയാകുന്നില്ല എന്ന വിധത്തിൽ ഒരു സ്ത്രീ ആയിത്തീരുമ്പോൾ ആ അവസ്ഥയുടെ പേരും, എന്ന് മാത്രവുമല്ല, അങ്ങനെ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ വയ്യ, ഞാനില്ലെങ്കിൽ ആ വ്യക്തിയും ഇല്ലാതെയായിത്തീരും എന്ന ഒരവസ്ഥയിലായിത്തീരുമ്പോൾ അതിൻ്റെ പേരാണ് സ്നേഹം എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ ടു ബിഹോൾഡ് ഹെർ തോട്ട് ഇൻ യുവർ ഹെർ ഫേസ്. എന്താണ് അവിടെ ചിന്തകൾ അവളുടെ മുഖത്തിന് പകരം എനിക്ക് കാണാൻ കഴിയുന്നു. എന്താണ്? ഞാൻ അന്ധനായതുകൊണ്ട് മുഖം കാണാൻ കഴിയില്ലെങ്കിലും അവൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിന്ത, നമുക്കറിയാം, നാം ആരെങ്കിലും സ്നേഹിച്ചാൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തകൾ പോലും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ വന്ന് തറയ്ക്കും. അതിൻ്റെ പേരാണ് സ്നേഹമെന്ന്. To be able to verify the fidelity of one being, amid the eclipse of the world. ലോകം, ചുറ്റുപാടുമുള്ള ലോകം അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആയിരിക്കുമ്പോൾ, മാറ്റമില്ലാത്ത ഒരസ്തിത്വം തീർച്ചയായും എൻ്റെ അടുത്തുണ്ടായിരിക്കും, എൻ്റെ സവിധയുണ്ടായിരിക്കും എന്ന ആശ്വാസമാണ് സ്നേഹം. To be able to verify the fidelity of one being amid the eclipse of the world. ലോകം മുഴുവനും അലിഞ്ഞില്ലാതായി തീർന്നാലും ഒരു വ്യക്തിയെങ്കിലും അവശേഷിക്കും, അതെൻ്റെ എന്നോട് കൂടെ ആയിരിക്കും എന്ന ആന്തരികമായ ഉറപ്പാണ് സ്നേഹം എന്ന് അദ്ദേഹം പറയുകയാണ്. To regard the rustle of a gown. To regard the rustle of a gown as the sound of wings. പക്ഷികൾ പറക്കുമ്പോൾ നാം അവയുടെ ചെറുകടി കേൾക്കാറില്ലേ? അതിന് പകരം ടു റിഗാർഡ് ദ റസിൽ ഓഫ് എ ഗൗൺ, ഒരു സ്ത്രീ ഇടുന്ന ആ കുപ്പായം, ഗൗൺ, അവൾ ചലിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദമുണ്ട്. അത് ജീവിതത്തിൻ്റെ ചിറകടിയാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയുടെ പേരാണ് സ്നേഹമെന്നുള്ളത്. To hear her come and go, retire, speak, return, sing, and to think that one is the center of these steps. അവൾ വരുന്നു, പോകുന്നു, സംസാരിക്കുന്നു, പാട്ടുപാടുന്നു. ഇതൊക്കെയും സംഭവിക്കുന്നത് ഞാൻ അവളുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരസ്തിത്വമാണ് എന്ന് അവൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ആണ് അവളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് അവൾ വിലമതിക്കുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് ബോധ്യം വരുമ്പോൾ, അല്ലാതെ ഒരു കടമ നിർവഹിക്കുന്ന ഒരു അന്ധനായൊരു മനുഷ്യൻ അവിടെ കിടക്കുന്നു, ഈ ഭാരം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന വിധത്തിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം തരുന്നത് പോലെയല്ല. അവൾ വരുന്നതും പോകുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ഈ കട്ടിലിൽ നിസ്സഹായന കിടക്കുന്ന ഞാൻ അവളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് എന്ന് വിലമതിക്കുന്നത് കൊണ്ടാണ് എന്ന അവസ്ഥയിലാണ് നാം സ്നേഹത്തിൻ്റെ അർത്ഥം അറിയുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ടു ഫീൽ വൺസ് സെൽഫ് ഓൾ ദ മോർ പവർഫുൾ ബിക്കോസ് ഓഫ് വൺസ് ഇൻഫർമിറ്റി. എൻ്റെ അവശത കൊണ്ട് ഞാൻ ലോകത്തിലേക്കും ശക്തിവാനാണ്, ലോകത്തിലേക്കും വിലയേറിയവനാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ആ ഉള്ളിലെ വലിയ നിധി വഹിച്ചുകൊണ്ട് ആരാണ് എന്നെ സമീപിക്കുന്നത്, അതിൻ്റെ പേരാണ് സ്നേഹം എന്ന. ഇതിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് അനേക ദിവസങ്ങളിരുന്ന് ധ്യാനിക്കാൻ വക നൽകുന്നതാണ്. ടു ബിക്കം ഇൻ വൺസ് ഒബ്സ്ക്യൂരിറ്റി
and through one's obscurity, the star around which this angel gravitates. ലോകത്തിൻ്റെ കണ്ണിൽ ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ടു ബിക്കം ഇൻ വൺസ് ഒബ്സ്ക്യൂരിറ്റി. ഒബ്സ്ക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതാ ഇല്ലാതെയായിരിക്കുന്നു. ആ ഇല്ലായ്മയുടെ അവസ്ഥയിൽ ടു ബിക്കം ഇൻ വൺസ് ഒബ്സ്ക്യൂരിറ്റി, ദ സ്റ്റാർ അറൗണ്ട് വിത്ത് ദ ഏഞ്ചൽ ഗ്രാവിറ്റേറ്റ്സ്. ആ അവസ്ഥയ്ക്ക് ചുറ്റും ചിറകടിച്ചു പറക്കുന്ന ഒരു മാലാഖയായി ഒരു ജീവിതം ഉണ്ട് എന്ന എന്നെ ബോധ്യപ്പെടുത്തുന്ന ആ അനുഗ്രഹത്തിൻ്റെ പേരാണ് സ്നേഹം. The supreme happiness of life consists in the conviction that one is loved. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നതാണ്. ഇത് മദർ തെരേസ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കറിയാം. ടു ബി ലവ്ഡ് ആൻഡ് ടു ലവ് ഫോർ വൺസ് ഓൺ സേക്ക്. എന്തിനാണ്? എനിക്ക് പണമുണ്ടായതുകൊണ്ട് ചിലർ സ്നേഹിച്ചു വന്നിരിക്കും, ഞാൻ പ്രസിദ്ധനാണെങ്കിൽ ചിലർ സ്നേഹിച്ചു വന്നിരിക്കും. എന്നാൽ ഒന്നുമല്ലാത്ത അന്ധനായി വാർദ്ധക്യത്തിൻ്റെ ആധിക്യം കൊണ്ട് ഒരു കട്ടിലിൽ കിടക്കുന്ന എനിക്ക് വലിയ വിലയുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന കണ്ണിൻ്റെ പേരാണ് സ്നേഹം എന്ന്. ദിസ് കൺവിക്ഷൻ ദ ബ്ലൈൻഡ് മാൻ പൊസസ്. ഏതാണ്? ഈ ഒരു ഉത്തമ വിശ്വാസം ഒരു അന്ധനായ വ്യക്തിക്കുണ്ടാകും. ഏതാണ്? ഞാൻ സ്നേഹിക്കപ്പെടുന്നത് എൻ്റെ ഉപാധികൾ കൊണ്ടല്ല, എനിക്ക് പണമുണ്ടായിട്ടോ പ്രശസ്തി ഉണ്ടായിട്ടോ അല്ല. ഞാൻ സ്നേഹിക്കപ്പെടുന്നത് ഞാനായിട്ട് മാത്രമാണ്. ഐ എം ബീങ് ലവ്ഡ് ഓൺലി ഫോർ മൈ ഓൺ സേക്ക്. ആ ഒരു തിട്ടം ഈ ഒരവസ്ഥയിൽ നിസ്സഹായതയിൽ കഴിയുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പണക്കാർ പലപ്പോഴും സംശയിക്കുന്ന കാര്യം, അവൾ എന്നെ സ്നേഹിക്കുന്നത് എന്നെയാണോ എൻ്റെ പണത്തിനെയാണോ എന്ന ചിന്ത എപ്പോഴും ഒരു ധനികനായ യുവാവിനെ അലട്ടിക്കൊണ്ടിരിക്കും. യാതൊരു സംശയവുമില്ല. നമുക്ക് തുറന്ന് കുറച്ചുകൂടെ വായിക്കാം. ടു ബി സെർവ്ഡ് ഇൻ ഡിസ്ട്രസ് ഈസ് ടു ബി കെറസ്ഡ്. ചുംബനത്തിൻ്റെ ഏറ്റവും നല്ല ആവിഷ്കാരം എന്താണ്? എന്താണ് ചുംബനം? ടു ബി സെർവ്ഡ് ഇൻ ഡിസ്ട്രസ്. നാം ഏറ്റവും അരിഷ്ടതയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു ശുശ്രൂഷ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള ചുംബനം. ചുംബനത്തിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമാണ്. എന്താണ് ചുംബനം? തീരെ നിസ്സഹായതയിൽ അരിഷ്ടതയിലിരിക്കുന്ന ആളുകൾക്ക് നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്നതിന് നാം കൊടുക്കേണ്ട പേരാണ് ചുംബനം എന്നുള്ളത്. എത്ര മനോഹരമാണ്. ഡസ് ഹി ലാക്ക് എനിത്തിങ്? ചിന്തയാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് ഇപ്പോഴുണ്ടോ? നോ വൺ ഡസ് നോട്ട് ലൂസ് ദ സൈറ്റ് വെൻ വൺ ഹാസ് ലവ്. ഇത് വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഈ ലോകത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരായി ആരെങ്കിലും അവശേഷിക്കുന്നത് വരെ നിങ്ങൾ അന്ധരായിത്തീരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാൻ ഇവിടെ വീണ്ടും വായിക്കാൻ പോകുകയാണ്. വൺ ഡസ് നോട്ട് ലൂസ് വൺ സൈറ്റ് വെൻ വൺ ഹാസ് ലവ്. അങ്ങനെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, അടുത്ത് വരും ഏകദേശം. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ചാരെ ഉണ്ട് എന്ന ബോധ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ അന്ധനല്ല, എനിക്ക് കാഴ്ചയുണ്ടായിരിക്കും. എനിക്ക് വേണ്ടി കാണുന്ന, എന്നെ കാണുന്നത് മാത്രമല്ല, എനിക്ക് വേണ്ടി ലോകത്തെ കാണുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അതെൻ്റെ കാഴ്ചയാണ്. അപ്പോൾ അതുള്ളിടത്തോളം കാലം സ്നേഹം അസ്തമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുള്ളിടത്തോളം കാലം സ്നേഹം അസ്തമിക്കുന്നില്ല. ആൻഡ് വാട്ട് ലവ് ഹോളി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് വെർച്യൂ. ഈ സ്നേഹത്തിൻ്റെ മറ്റേ മാംസവും എന്താണ്? പരിശുദ്ധിയാണ്. ധാർമ്മിക ബോധത്തിൻ്റെ ഉത്തുംഗ ശ്രേണികളാണ്. ദർ ഇസ് നോ ബ്ലൈൻഡ്നെസ് വേർ ദർ ഇസ് സർട്ടൻറ്റി. നമുക്ക് ചിലതിനെപ്പറ്റി ഉറപ്പുള്ളിടത്തോളം കാലം, നിങ്ങൾ അന്ധരായ ആളുകൾ നടക്കുന്നത് കണ്ടാൽ അവർ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് എന്താണ്? പരിസരത്തെപ്പറ്റി അവർക്ക് വേണ്ടതുപോലെയുള്ള ഉറപ്പില്ലാഞ്ഞിട്ടാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അറിവിലും പരിസരത്തെപ്പറ്റി നല്ല കണ്ണുള്ളവരേക്കാൾ ബോധ്യമുള്ളവരാണ് അന്ധരായ ആളുകൾ. അവർ തപ്പിത്തടഞ്ഞ് അവർ ജീവിക്കുന്ന പരിസരത്തെപ്പറ്റി വളരെ കൃത്യമായ ബോധ്യം അവർ രൂപീകരിക്കും.
ഞാൻ കോളേജിലൊക്കെ ആയിരുന്ന സമയത്ത് അന്ധരായ വ്യക്തികൾ, ഞാൻ അവരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഈ 33 ഏക്കർ വിസ്താരമുള്ള ഈ കോളേജിലെ ക്യാമ്പസിൽ ആരുടെയും സഹായമില്ലാതെ നടക്കും? അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ വന്ന ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ട ഇടത്തെ എല്ലാം ദൂരം കാലുകൊണ്ട് അളക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു ദിശാബോധമുണ്ട്, ഞങ്ങൾക്ക് ശരിക്കും നടന്നു പോകാം, ഒരു പ്രയാസമില്ല. ഇത്ര സ്റ്റെപ്പ് കഴിയുമ്പോൾ എനിക്ക് ക്ലാസ് റൂമിലെത്തുമെന്നറിയാം, ഇത്ര സ്റ്റെപ്പ് കഴിയുമ്പോൾ എനിക്ക് ഡൈനിങ് റൂമിലെത്തുമെന്നറിയാം, ഇത്ര സ്റ്റെപ്പ് കഴിയുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലെത്തുമെന്ന് ഞങ്ങൾക്കറിയാം. അത്രമാത്രം പരിസരബോധം കണ്ണുള്ള ആർക്കും തന്നെ ഉണ്ടാകുകയില്ല. പിന്നെ സോൾ സീക്സ് സോൾ ഗ്രൂപ്പിംഗ്ലി ആൻഡ് ഫൈൻഡ്സ് ഇറ്റ്. ഇതാണ് ആത്മാവ് തപ്പിത്തടഞ്ഞ ആത്മാവിനെ അന്വേഷിക്കുന്നത് കൊണ്ട് കണ്ടെത്തുന്നു. അതിൻ്റെ പേരാണ് സ്നേഹം എന്നുള്ളത്. ആൻഡ് ദിസ് സോൾ ഫൗണ്ട് ആൻഡ് ടെസ്റ്റഡ് ഇസ് എ വുമൺ. അങ്ങനെ തപ്പിത്തടഞ്ഞ ഒരാത്മാവ് മറ്റൊരാത്മാവിനെ കണ്ടുപിടിക്കുമ്പോൾ അതിന് നാം കൊടുക്കേണ്ട പേരാണ് സ്ത്രീ എന്നുള്ളത്. മനോഹരം. സ്ത്രീ എന്ന സങ്കല്പത്തിന് ഇതിനേക്കാൾ ഔന്നത്യമേറിയ, മാഹാത്മ്യമേറിയ, ആത്മീയമായ മഹത്വമേറിയ മറ്റൊരു നിർവചനവും ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. ഒരു പുരുഷൻ തപ്പിത്തടഞ്ഞ് അവൻ്റെ ആത്മാവ് കൊണ്ട് അന്വേഷിച്ച് ചെന്നെത്തുമ്പോൾ അവൻ കണ്ടുപിടിക്കുന്നത് എന്താണ്? അതിൻ്റെ പേരാണ് സ്ത്രീ എന്നുള്ളത്. അത് സ്ത്രീകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അത് പുരുഷന്മാരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത് മൈത്രേയനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇനിയും ആൻഡ് ദിസ് സോൾ ഫൗണ്ട് ആൻഡ് ടെസ്റ്റഡ് ഈസ് എ വുമൺ. എ ഹാൻഡ് സസ്റ്റെയിൻസ് യു, ഇറ്റ് ഈസ് ഹേഴ്സ്. നിങ്ങളെ പിടിച്ചു നിർത്തുന്ന, നിങ്ങളെ സന്ധിക്കുന്ന, നിങ്ങൾക്ക് സമതല തെറ്റിപ്പോകാതെ, നിങ്ങൾ വീണ് പോകാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന 2 കരങ്ങളുണ്ടായിരിക്കും. അതവളാണ്, അതവളുടേതാണ്. എ മൗത്ത് ലൈറ്റ്ലി ടച്ചസ് യുവർ ബ്രൗ. നിങ്ങൾ അങ്ങനെ കട്ടിൽ കിടക്കുമ്പോൾ വളരെ മൃദുലമായി നിങ്ങളുടെ നെറ്റിയിൽ അമരുന്ന 2 ചുണ്ടുകളുണ്ടായിരിക്കും. അത് അവളുടേതാണ്. അവളെന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് എൻ്റെ അർത്ഥം, അല്ല അതൊരു സ്ത്രീയെ മാത്രമല്ല, സ്നേഹമെന്നാണ് ആ ചുണ്ടുകൾക്ക് നിങ്ങൾ പേര് വിളിക്കേണ്ടത്. എവിടെയാണത്? യെസ്. എ മൗത്ത് ലൈറ്റ്ലി ടച്ചസ് യുവർ ബ്രൗ, ഇറ്റ് ഈസ് ഹർ മൗത്ത്. യു ഹിയർ എ ബ്രെത്ത് വെരി നിയർ യു, ഇറ്റ് ഈസ് ഹേഴ്സ്. നിങ്ങളുടെ അടുത്ത് ഒരു ശ്വാസം വലി കേൾക്കാം. നിങ്ങളെ കരുതുന്ന, നിങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് നിങ്ങളുടെ സമീപത്ത് നിന്ന് വിട്ടു നിൽക്കാൻ മനസ്സില്ലാതെ ശ്വാസോച്ഛ്വാസം നടത്തുന്ന ഒരു അസ്തിത്വത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൻ്റെ പേര് സ്നേഹമെന്നാണ്. ടു ഹാവ് എവറിഥിങ് ഓഫ് ഹർ, ഫ്രം ഹർ വർഷിപ്പ് ടു ഹർ പിറ്റി, നെവർ ടു ബി ലെഫ്റ്റ്, ടു ഹാവ് ദാറ്റ് സ്വീറ്റ് വീക്ക്നെസ് അബൈഡിങ് യു, ടു ലീൻ അപ്പോൺ ദറ്റ് ഇമ്മൂവബിൾ റീഡ്, ടു ടച്ച് പ്രോവിഡൻസ് വിത്ത് വൺസ് ഹാൻഡ്സ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ നിങ്ങളറിയാം, നിങ്ങൾ ദൈവത്തെ സ്പർശിക്കുകയാണ്. യു ആർ ടച്ചിങ് പ്രോവിഡൻസ്. അതുകൊണ്ടാണ് ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നത്. ദൈവം സ്നേഹം തന്നെ എന്ന ആ നിർവചനത്തെ ഏറ്റവും ദീപ്തമായി നമ്മുടെ മനസ്സിൽ എഴുതി ചേർക്കാൻ പര്യാപ്തമായ ഒരു വെളിപ്പെടുത്തലാണിത്. അതാണ്, ആ കരങ്ങൾ നിങ്ങളെ സ്പർശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നിങ്ങളെ സ്പർശിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് എന്താണ്? അതിൻ്റെ പേരാണ്, അതിന് നിങ്ങൾ കൊടുക്കേണ്ട പേരാണ് സ്നേഹം എന്നുള്ളത്. ആൻഡ് ടു ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് ഇൻ വൺസ് ആംസ്, ഗോഡ് മെയ്ഡ് ടാഞ്ചിബിൾ, വാട്ട് എ ബ്ലെസ്. ആ കൈ, സ്നേഹം എന്ന് പറയുന്ന ആ കൈ നിൻ്റെ കരങ്ങളിൽ ഒന്ന് പിടിച്ച് അമർത്തി ഒരു നിമിഷം ഇരിക്കാൻ കഴിയുമ്പോൾ ദൈവം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ആ അനുഭവമില്ലാത്ത മൈത്രേയൻ ദൈവമില്ല എന്ന് പറയുന്നതിൽ ഒരു അപാകതയുമില്ല, ഒരു അതിശയോക്തിയുമില്ല, അതിൽ യുക്തി മാത്രമേ ഉള്ളൂ. ഇതാണ് മൈത്രേയൻ അവതരിപ്പിക്കുന്ന യുക്തി എന്നത്. ജനം തിരിച്ചറിയണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു നിലപാടെടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ നമ്മുടെ യുക്തി ഉപയോഗിക്കാം. മനുഷ്യൻ അവൻ്റെ യുക്തി ഏത് വിധത്തിൽ വേണമെങ്കിലും പ്രയോഗിക്കാം. ഞാൻ കൂടുതലായി നിങ്ങളുടെ സമയം എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നോവലിൽ വേറൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം തെനാർഡിയെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു കാപ്പിക്കട നടത്തുന്നവനാണ്.
ഒരു ഇപ്പോൾ ബിഷപ്പ് ഡീലെ മെത്രാൻ എങ്ങനെയാണോ അതിൻ്റെ നേരെ മറിച്ച് ധ്രുവത്തിലാണ് തെനാലിയ നിൽക്കുന്നത്. അദ്ദേഹത്തെപ്പറ്റി ഹ്യൂഗോ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പറ്റിയും പറയുന്നത്, അവരെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അറിവ് വർദ്ധിക്കുന്തോറും അവർ അവരെ തന്നെ മനുഷ്യത്വമില്ലാത്തവരാക്കാനാണ് അവരുടെ അറിവ് അവർ ഉപയോഗപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. They were intelligent enough to read many books, but they used all their intelligence to make themselves more repugnant. അവർ പല പുസ്തകങ്ങൾ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നു. പക്ഷേ ബുദ്ധി കൊണ്ട് അവർ കണ്ടുപിടിച്ചതെല്ലാം അവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്? അവരുടെ മനുഷ്യത്വത്തെ ഏറ്റവും വികൃതമാക്കുവാൻ, കൂടുതൽ പൈശാചികവും മൃഗീയവുമായി പ്രവർത്തിക്കുവാൻ, അവരെ തന്നെ സജ്ജീകരിക്കുവാനുമാണ് അവരുപയോഗിച്ചതെന്ന് അദ്ദേഹം ഈ തെനാലിയ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം യുക്തിയുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യുക്തി വേണ്ട എന്നോ വായിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത്. യുക്തി നമുക്ക് ആവശ്യമാണ്. വിശ്വാസം പോലെ തന്നെ യുക്തി ആവശ്യമാണ്. യുക്തിയും വിശ്വാസവും തമ്മിൽ ഒരു ചേരിതിരിവ് ഞാൻ കണ്ടിട്ടില്ല. ഇത് രണ്ടും പരസ്പര പൂരിതമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ യുക്തി ആവശ്യമാണ്, വായന നമുക്ക് ആവശ്യമാണ്, അറിവ് സമ്പാദിക്കേണ്ടതന്നെ. പക്ഷേ നാം എന്തിനു വേണ്ടി അറിവ് സമ്പാദിക്കുന്നു? നമ്മെ തന്നെ കൂടുതൽ വഷളാക്കാനോ, നമ്മുടെ ഹൃദയത്തെ കൂടുതൽ കല്ലാക്കാനോ, മറ്റുള്ളവരെ മൃഗീയമായി ഉപയോഗപ്പെടുത്തുവാനോ, ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെ വെട്ടിച്ചുരുക്കിയിട്ട് മനുഷ്യ ശരീരം ഹോർമോണുകളുടെ ഒരു ലബോറട്ടറി മാത്രമാണെന്നോ, ഒരു സ്ത്രീ പുരുഷ ബന്ധം ചില കാലങ്ങളിൽ മാത്രം പ്രസക്തമായിരിക്കേണ്ട ഒരു പ്രാവർത്തിക ക്രമീകരണമാണെന്നോ, അത് കഴിഞ്ഞാൽ പൊടി തട്ടി 2 പേർക്ക് വീട്ടിലോടത്തേക്ക് പോകാമെന്നൊക്കെ പറയുന്ന ആശയം, അത് എന്നാൽ എന്താണ് എന്നറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. മൈത്രേയൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ അവലംബിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ചില നേട്ടങ്ങളുണ്ടാകും, യാതൊരു സംശയവുമില്ല. അത് നിങ്ങളുടെ സൗകര്യാർത്ഥമുള്ള നേട്ടങ്ങളാണ്. ലൈഫ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയും, കൺവീനിയൻസ്. എന്നാൽ മനുഷ്യൻ ആധ്യാത്മികമായും ധാർമ്മികമായും ബൗദ്ധികമായി പോലും പുരോഗമിച്ചത് അവൻ്റെ സൗകര്യത്തെ അതിജീവിച്ചിട്ട് സ്വന്തം താല്പര്യങ്ങളെ ഒരുപക്ഷെ അവഗണിച്ച്, അതാണ് നിസ്വാർത്ഥമായ സേവനം എന്ന് പറയുന്നത്. ആ തലത്തിൽ മനുഷ്യജാതിയെ ആകമാനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും നന്മയെ കൂടെ പരിഗണിച്ച് അധ്വാനം ചെയ്തതുകൊണ്ടാണ്. മൈത്രേയൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തി അവനിൽ തന്നെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നതാണ്. അവൻ്റെ സൗകര്യത്തിന് ഏത് നിലപാടുമെടുക്കാം. ആരുടെ കൂടെയും കിടന്നുറങ്ങാം, ആരുടെ കൂടെയും കൂട്ടുകൂടാം, പിരിയുകയും ചെയ്യാം. ആരോടും ഉത്തരവാദിത്വം ഇല്ല, ആരോടും കണക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അത് അദ്ദേഹത്തിന് കൊള്ളാം. അതിൽ ചില നേട്ടങ്ങളുണ്ട്, ചില സൗകര്യങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് വരുന്ന നഷ്ടം അതിഭീകരമാണ് എന്ന് കേരളത്തിലെ അനേക ആയിരം ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇത് അപകടമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിർവഹിക്കുന്ന ഏക കടമ, നിങ്ങൾ ഒരു തീരുമാനത്തിൻ്റെ വക്കിലായിത്തീരുമ്പോൾ ഒരു സൈഡ് മാത്രം കേട്ട് അറിവുകേടാണ് പുതിയ അറിവ് എന്ന് തെറ്റിദ്ധരിച്ച് ജീവിതത്തെ ആകമാനം അന്ത്യം വരെയും ബാധിക്കുന്ന ചില ചുവടുവയ്പ്പുകൾ, തീരുമാനങ്ങൾ എടുത്താൽ അതിൻ്റെ പരിണിത ഫലം കണ്ണുനീരായിരിക്കും, ദുരിതമായിരിക്കും, അപകർഷതാബോധമായിരിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളെ തന്നെ ശപിക്കും. എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാനും ചില കാലങ്ങളിൽ ഇപ്രകാരമുള്ള ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ചില ചുവടുകൾ എടുത്ത വ്യക്തിയാണ്. അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൈത്രേയൻ പറയുന്നത് പരിഗണിക്കരുതെന്നോ, അദ്ദേഹത്തെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുതെന്നോ എനിക്ക് യാതൊരു അഭിപ്രായമില്ല. എന്നാൽ അതേസമയം തന്നെ മൈത്രൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇനിയും
വളരെ പ്രകടമായ ഈ വീഡിയോയിൽ കൂടെ തന്നെ പ്രകടമായ സത്യം കൂടെ സൂചിപ്പിച്ച് നിർത്തട്ടെ. മൈത്രേയൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറാബിൾ അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്നൊരു കൃതി ഉണ്ടാകാനേ സാധ്യമല്ല. കാരണം ഇവിടെ പാവങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇപ്പം മൈത്രേയൻ പറഞ്ഞ ഞാൻ പാവങ്ങളുടെ കൂടെയാണ്, കുത്തക മൂരാച്ചകളെതിരെയൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാക്കാത്ത കാര്യം, ഇവിടെ പാവപ്പെട്ടവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക മർമ്മം സ്നേഹമാണ്. ഒരു ബിഷപ്പിൻ്റെ സ്നേഹത്തിൻ്റെ ആർജവം അറിഞ്ഞിട്ടാണ് ജോ വോൾ ജോ എന്ന് പറയുന്ന സമൂഹം കുറ്റവാളി എന്ന് മുദ്രകുത്തി അവനെ ജീവനോടെ കുഴിച്ചിട്ട അവസ്ഥയിൽ നിന്ന് അവനൊരു പുനരുത്ഥാനം നൽകി ഒരു പുതിയ മനുഷ്യനായി അവനെ ഉയർത്തുവാൻ ലോകത്തിൽ മറ്റൊരു ശക്തിയുമില്ല എന്നതാണ് ഈ നോവലിൻ്റെ പ്രതിപാദ്യ വിഷയം. ആ ഒരു സാധ്യത വെറും കടങ്കഥയാണ്. അത് പറയുന്നവന് മൂളയില്ലാത്തവനാണ്. വിശ്വാസിയും വിജ്ഞാനിയും ഒരിക്കലും ഒന്നു ചേരത്തില്ല. വിശ്വാസി അപകടമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഡിയിലെ മെത്രാൻ ഒരു വിശ്വാസി ആയതുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി വെളിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹം ഒരു ബുദ്ധിജീവി ആയിരുന്നുവെങ്കിൽ ജോ വോൾ ജോനെ പോലെയുള്ള ആളുകളെ പെട്ടെന്ന് പോലീസിൽ തിരിച്ചേൽപ്പിക്കുമായിരുന്നു. അത് മാത്രമേ നടക്കത്തുള്ളൂ. ഈ വ്യത്യാസം നാം തിരിച്ചറിയുന്നില്ല. ആ വ്യത്യാസത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള ചിന്തകൾ. ഇത് 8ാമത്തെ വീഡിയോയാണ്. ഇനിയും എന്തെങ്കിലും വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് സംഭവവികാസങ്ങളുടെ ഗതിക്ക് അനുസരിച്ചായിരിക്കും. ഏതായാലും ഈ വിഷയത്തെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ മറ്റൊരു എഴുത്തുകാരൻ്റെ സഹായത്തോടെ അവതരിപ്പിക്കാനിടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത് ചിന്തിച്ച് ശ്രദ്ധിച്ച് ഉള്ളടക്കത്തെ മനസ്സിലാക്കുന്ന ഏവരോടുമുള്ള എൻ്റെ വാത്സല്യവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു.